മഹല്ല് തലത്തിലുണ്ടാകുന്ന വിവാഹ വേദികളിൽ വിവാഹത്തിന്റെ ശേഷമുണ്ടാകുന്ന ദാമ്പത്യ പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് വലിയ വലിയ പണ്ഡിതന്മാർക്ക് സാധിക്കാത്ത കാര്യം നിറവേറ്റിയ ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട ശൈഖുന ATK ഉസ്താദ്. ആ സമയത്ത് മദ്രസയിൽ പഠിപ്പിക്കുന്ന കാലത്ത് ഉസ്താദ് ഏകദേശം വയലിന് പോയിട്ട് 10, 12, 20, 12 മണി, 1 മണി, 2 മണിക്കൊക്കെ വയല് നീണ്ട വയലുണ്ടാവും. അങ്ങനെയാണ് ചുണ്ടേൽ പള്ളിയിൽ മമ്മൂശ്ശേരി പാപ്പാന്റെ ആ പ്രശ്നം ഉണ്ടായി. അവിടെ തറക്കല്ല് ഇട്ട് ആ തറക്കല്ല് പണി തുടങ്ങി കമ്മിറ്റി രൂപീകരിച്ച് 5 അംഗ കമ്മിറ്റി രൂപീകരിച്ച് ബഹുമാനപ്പെട്ട ജിഫി തങ്ങളെയൊക്കെ കൊണ്ടുവന്നു അവിടെ വെച്ച് വയലുകൾ ഉണ്ടാക്കുകയും ആ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ആ സമയത്തൊന്നും ഉസ്താദിന് ആരും ഒരു 10 പൈസ കൊടുത്തതായിട്ട് നമുക്കാർക്കും അറിയില്ല. ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ ഞാൻ അന്ന് മുതൽക്കുള്ള ഈ വിനീതന്റെ ബന്ധം ഉസ്താദ് ബോർഡിൽ ഇങ്ങനെ എഴുതി വന്നു. അതായത് എന്ത് പറഞ്ഞാലും എഴുതി വെക്കണം എന്ന് പറഞ്ഞ മീസാന് അതിക്കിയ ഇതൊക്കെ നല്ല ക്ലാസ് എടുത്തിട്ട് ആ സമയത്ത് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതണം ഞങ്ങളോട് നിർദ്ദേശം പറഞ്ഞു. എന്റെ ഉപ്പാപ്പാര് അവരെ ആധാരക്കെട്ടുകൾ ഇപ്പോഴും ഉണ്ട്, അത് ചതിര് വരെ പിടിച്ചിട്ടില്ല. അപ്പൊ എഴുതുന്നവൻ മരിച്ച് മണ്ണായി തീർന്നാലും അത് കാലങ്ങളോളം കടലാസിൽ എഴുതിയ ഇതിങ്ങനെ പ്രകാശിക്കുമെന്ന് ഇങ്ങനെ പദ്യം എഴുതുകയും പിന്നെ ഞാൻ ഒരു ദിവസം ഉസ്താദിനോടൊക്കെ പറഞ്ഞ ഉസ്താദ് ചിരിച്ച് സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട ഉസ്താദ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കരടിപ്പാറ വന്ന് പല സമയത്തും വന്ന് ഇവിടെ താമസിച്ചിട്ടുണ്ട്. ഇപ്പൊ കാലമാണ്. ആ സമയത്ത് അന്ന് പള്ളിയിലൊരു ഫാൻ വേണം എന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു ആ മാലിന്യത്തിന്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട വെള്ളിയാഴ്ച ഒരു പ്രസംഗം നടത്തി പള്ളിയുടെ മുകളിൽ നിന്ന് ആളുകൾ കാശ് താഴോട്ടെങ്കിലും എറിയാൻ തുടങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ മുമ്പ് വരെ ഉസ്താദിനോട് ആ കാര്യം പറഞ്ഞു. ഇപ്പോൾ ചിരിച്ചിട്ടുണ്ട്. ഇവരെ അല്ലാഹു തആല മുകളിൽ സ്വർഗത്തിന്റെ ഉയർന്ന സ്ഥലത്ത് അല്ലാഹു തആല പാർപ്പിക്കട്ടെ എന്ന് പറഞ്ഞു ഉസ്താദ് റാജി. കാരണം മുകളിൽ നിന്നാണല്ലോ താഴോട്ട് പൈസ. അന്ന് 100ന്റെ നോട്ട് 1977, 78 കാലങ്ങളിലാണ് 100ന്റെ നോട്ട്, 50ന്റെ നോട്ട് ഇതൊക്കെ നേടുന്നു. അതുപോലെ വെള്ളിയാഴ്ച അന്ന് പള്ളിയിൽ ഒരു സംസാരമുണ്ടായപ്പോൾ, ജുമാന്റെ നേരത്തെ സംസാരമുണ്ടായപ്പോൾ വളരെ ശക്തവും താക്കീതുമായി ഗൗരവത്തിൽ ഉസ്താദ് സംസാരിച്ചു. അതേസമയം ആർക്കും വെറുപ്പുണ്ടാവുകയില്ല. പിന്നെ വളരെ അച്ചടക്കത്തോടു കൂടി ആയിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ആ നിർദ്ദേശപ്രകാരം. അതുപോലെ പല സമയത്തും ഉസ്താദ് പറയാറുണ്ട് ഷോളയാ എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് ഉപരി ജോലി ചെയ്യുന്ന സമയത്ത് ഒരാള് എപ്പോഴും എറുവാടിയിൽ പോയിരിക്കും. അപ്പോ മക്കള് ഒക്കെ വലിയ വിഷമാണ്, ഈ പെണ്ണുങ്ങൾക്കും വിഷമാണ്. എല്ലാവരും വരുന്ന ഖാദിയമാരോടും പറയും ഒന്ന് ഒഴിവാക്കി ഒന്ന് കാര്യം തീർത്ത് തന്നാൽ നന്നായി പറയാം. അപ്പൊ അയാള് എറുവാടിയിൽ നിന്ന് വന്നപ്പോ ഒന്ന് ഒഴിവാക്കിക്കൂടെ എന്ന് ചോദിക്കുമ്പോ പറയും ചെറുപാട് ശുഹദാക്കളുടെ അറിയിപ്പുണ്ടായാലേ ഒഴിവാക്കി പെണ്ണുങ്ങളെ തരാത്ത. അങ്ങനെ ഉസ്താദിനോട് വിവരം പറഞ്ഞു. അത് എവിടെയാണ് അയാളെ ചോദിച്ചു. അയാളെ വിളിച്ചു. ഇത് പറഞ്ഞു മോനെ നമുക്ക് ആ പെണ്ണിനെ ഒഴിവാക്കിക്കൂടെ, ഇങ്ങനെ കയറില്ലാതെ കെട്ടിത്ത പോലെ ആയിട്ട് എന്നാ അതിന് വേറെ കല്യാണം കഴിക്കുകയല്ലേ ചെയ്തുകൂടെ. അപ്പോ ഇയാള് പറഞ്ഞു ഉസ്താദിനെ നേരിട്ട് പറഞ്ഞു. അപ്പോ ഉസ്താദിനെ പറ്റൂല, ഒരുപാട് ശുഹദാക്കളെ അനുവാദം വേണം. അപ്പൊ ഒന്നും അറിയാത്ത വാതിൽ ഉസ്താദ് അഭിനയിച്ചു. എന്നിട്ട് പറഞ്ഞു ഏതാണ് എറുവാടി, അവിടെ ആരാറുള്ളത്? അവിടെ ഇബ്രാഹിം ബാദുഷാ എന്ന് പറയുന്ന മഹാനാണ്. അയാൾക്ക് എന്താ പണി? മൂപ്പരിക്ക് ഇങ്ങനെ പെണ്ണുങ്ങളെ കാരണാതെ കിട്ടുന്ന പരിപാടിയാണ്. എന്നാലും ഇവിടെ എന്റെ വിലായത്തിന്റെ മഹലാണ്, ഞാൻ ഇവിടെ സൗദിയായ സ്ഥലമാണ്. അതുകൊണ്ട് ഇബ്രാഹിം ബാദുഷാനോട് ആര് പറഞ്ഞു എന്റെ അനുവാദമില്ലാതെ ഇങ്ങോട്ട് വരാൻ, എന്റെ കാര്യത്തിൽ കൈകടത്താൻ? അപ്പൊ അതുകൊണ്ട് ഈ ഒഴിവാക്കില്ലെങ്കിൽ ഓളെ കൊണ്ട് ഒഴിവാക്കിക്കുന്ന ഒരു പണി കൂടിയായി അത് ചെയ്യണം.
എന്ന് ചോദിച്ചു. ഞെട്ടിക്കുന്ന കാലത്താണ് ചോദിക്കുന്നത്. അപ്പൊ അയാൾ പറഞ്ഞു, വേണ്ട ഉസ്താദ്, ഞാൻ കാര്യം തീർത്തോളാം. ഉസ്താദ് പറഞ്ഞ ചില ഹിക്മത്തുകൾ അങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പൊ മുമ്പ് ചിരിച്ചിട്ട് പറഞ്ഞു, അത് എന്താന്ന് പറഞ്ഞ് മനസ്സിലായി, ഫസ്റ്റാണ്, പക്ഷെ ഇത് വലിയൊരു സംഭവമാണ് തോന്നിയത്. അങ്ങനെ പല 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 പ്രശ്നങ്ങളും, സങ്കീർണമായ ചില പ്രശ്നങ്ങളൊക്കെ വളരെ ചിരി, വളരെ നല്ല മസ്ലഹത്താക്കി നീർച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ഖത്തീബാകുമ്പോൾ അവിടെ കൊടോല ഫരീദ വലിയപ്പാപ്പന്റെ നേർച്ച നടത്തുകയാണ്. നേർച്ച നടത്തി ചോറ് വെച്ച് ചോറ് ഭക്ഷണം കൊടുത്ത് അതിന് ശേഷം പല ആളുകളും ഫോൺ കോൾ വന്നു, ചോറ് പൊളിച്ചിട്ടുണ്ട്, അവർക്ക് ചീത്തപ്പേര് വരിക. അപ്പോ അവരാകെ നിരാശരായ സമയത്ത് ഞാൻ ഉസ്താദിനെ കൊണ്ടുവന്നു. ഉസ്താദ് എന്താ പ്രസംഗിക്കാന്ന് എനിക്കറിയില്ല. മഗ്‌രിബിന് ശേഷം ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു, ഇങ്ങനെയാണ്, നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത്, കൊടോല ഫരീദ പാപ്പാന്റെ നേർച്ചയാണ്. എന്നിട്ട് ചോദിച്ചു, ഈ ചുറ്റുഭാഗത്ത് ഭക്ഷണം വാങ്ങിയ ആരുടെയെങ്കിലും ഭക്ഷണം കുടിച്ചിട്ടുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞാൽ അപ്പൊ പറഞ്ഞു, നിങ്ങളുടെ ഈമാനും ഔലിയാക്കന്മാരുള്ള സ്നേഹം കൊണ്ട് നിങ്ങളുടെ ഭക്ഷണം കേടായില്ല, എന്നാലും കൊണ്ടുപോയ ആളുകളുടെ ഈമാനും അവരുടെ ശക്ക് കാരണം അവരുടെ ഭക്ഷണം കേടുവന്നു, അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ട. അങ്ങനെ നമുക്ക് ആർക്കും പിടുത്തം കിട്ടാതെ ചില ഐഡിയകളും നല്ല നല്ല എന്ന് പറയുന്ന ഒരു നിലയിലായിരുന്നു ഉസ്താദിന്റെ എല്ലാ പ്രവർത്തനങ്ങളും. എൻ്റെ സഹോദരിയുടെ മകൾ മരണപ്പെട്ടപ്പോഴൊക്കെ ഉസ്താദ് സജീവമായി വന്നിട്ടുണ്ട്. പരേലിൽ ദിവസങ്ങളോളം ഉമ്മ മരിച്ചപ്പോൾ വന്നിട്ട് വന്നവരെ ദുആ ചെയ്തിട്ടുണ്ട്. എല്ലാ പരിപാടികളും പങ്കെടുത്തിട്ടുണ്ട്. അവരുടെ പെണ്ണുങ്ങളുടെ മകളുടെ വിവാഹമാണ് അത് വന്ന് ദിവസങ്ങളോളം വന്ന് നിന്നിട്ടുണ്ട്. അതിലൊന്നും ഒരു അഹങ്കാരമോ തരക്കനമോ അഹന്തയോ ഇല്ലാതെ എല്ലാവരുടെ കൂട്ടത്തിൽ കൂടി ചിരിച്ച് സാധു ചെയ്യാതെ ദിക്റുകളെ ബാധ്യതകളൊക്കെ ചെയ്യുന്നതോടുകൂടി തന്നെ അള്ളാഹുവിനോടുള്ള ബാധ്യത നിറവേറ്റുന്നതോടൊപ്പം തന്നെ ഉസ്താദ് സമൂഹത്തിനോടുള്ള ബാധ്യത 100% നിറവേറ്റി എന്നുള്ളതാണ് എനിക്ക് അനുഭവപ്പെട്ട കാര്യം. പിന്നെ മറ്റൊന്ന്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യനെ നല്ല വാക്കുകൾ പറയുന്നത് ഹജ്ജ് ഉംറയുടെ പ്രതിഫലമാണ്. ആശ്വസിപ്പിച്ച് സമാധാനിപ്പിക്കുന്നത് വലിയ ഒരു റിക്കാർഡ് കൊടുക്കാൻ പറ്റുന്ന ആളാണ് ബഹുമാനപ്പെടുന്നത്. ഒരു മനുഷ്യനെ ആശ്വസിപ്പിക്കാൻ ആ നിലക്ക് ഉസ്താദിന്റെ വീട്ടിൽ പോയപ്പോ ഒരിക്കൽ ഞാൻ പറഞ്ഞു, ഉസ്താദിന് ഒരു ആദരവ് തരാൻ ഒരു ശാള പതപ്പിച്ചിട്ട് പറഞ്ഞു. അങ്ങനെ അപ്പൊ ഉസ്താദ് അപ്പോ ഉസ്താദിന് ഒരു ആദരവ് കൊടുക്കുകയാണെങ്കിൽ മരണാനന്തരം നമ്മൾ ആദരവ് കൊടുക്കുകയാണ്. അങ്ങനെ വളരെ നല്ല മസ്ലഹത്താക്കി നീർച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ഖത്തീബാകുമ്പോൾ അവിടെ കൊടോല ഫരീദ വലിയപ്പാപ്പന്റെ നേർച്ച നടത്തുകയാണ്. നേർച്ച നടത്തി ചോറ് വെച്ച് ചോറ് ഭക്ഷണം കൊടുത്ത് അതിന് ശേഷം പല ആളുകളും ഫോൺ കോൾ വന്നു, ചോറ് പൊളിച്ചിട്ടുണ്ട്, അവർക്ക് ചീത്തപ്പേര് വരിക. അപ്പോ അവരാകെ നിരാശരായ സമയത്ത് ഞാൻ ഉസ്താദിനെ കൊണ്ടുവന്നു. ഉസ്താദ് എന്താ പ്രസംഗിക്കാന്ന് എനിക്കറിയില്ല. മഗ്‌രിബിന് ശേഷം ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു, ഇങ്ങനെയാണ്, നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത്, കൊടോല ഫരീദ പാപ്പാന്റെ നേർച്ചയാണ്. എന്നിട്ട് ചോദിച്ചു, ഈ ചുറ്റുഭാഗത്ത് ഭക്ഷണം വാങ്ങിയ ആരുടെയെങ്കിലും ഭക്ഷണം കുടിച്ചിട്ടുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞാൽ അപ്പൊ പറഞ്ഞു, നിങ്ങളുടെ ഈമാനും ഔലിയാക്കന്മാരുള്ള സ്നേഹം കൊണ്ട് നിങ്ങളുടെ ഭക്ഷണം കേടായില്ല, എന്നാലും കൊണ്ടുപോയ ആളുകളുടെ ഈമാനും അവരുടെ ശക്ക് കാരണം അവരുടെ ഭക്ഷണം കേടുവന്നു, അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ട. അങ്ങനെ നമുക്ക് ആർക്കും പിടുത്തം കിട്ടാതെ ചില ഐഡിയകളും നല്ല നല്ല എന്ന് പറയുന്ന ഒരു നിലയിലായിരുന്നു ഉസ്താദിന്റെ എല്ലാ പ്രവർത്തനങ്ങളും. എൻ്റെ സഹോദരിയുടെ മകൾ മരണപ്പെട്ടപ്പോഴൊക്കെ ഉസ്താദ് സജീവമായി വന്നിട്ടുണ്ട്. പരേലിൽ ദിവസങ്ങളോളം ഉമ്മ മരിച്ചപ്പോൾ വന്നിട്ട് വന്നവരെ ദുആ ചെയ്തിട്ടുണ്ട്. എല്ലാ പരിപാടികളും പങ്കെടുത്തിട്ടുണ്ട്. അവരുടെ പെണ്ണുങ്ങളുടെ മകളുടെ വിവാഹമാണ് ഉസ്താദ് വന്ന് ദിവസങ്ങളോളം വന്ന് നിന്നിട്ടുണ്ട്. അതിലൊന്നും ഒരു അഹങ്കാരമോ തരക്കനമോ അഹന്തയോ ഇല്ലാതെ എല്ലാവരുടെ കൂട്ടത്തിൽ കൂടി ചിരിച്ച് സാധു ചെയ്യാതെ ദിക്റുകളെ ബാധ്യതകളൊക്കെ ചെയ്യുന്നതോടുകൂടി തന്നെ അള്ളാഹുവിനോടുള്ള ബാധ്യത നിറവേറ്റുന്നതോടൊപ്പം തന്നെ ഉസ്താദ് സമൂഹത്തിനോടുള്ള ബാധ്യത 100% നിറവേറ്റി എന്നുള്ളതാണ് എനിക്ക് അനുഭവപ്പെട്ട കാര്യം. പിന്നെ മറ്റൊന്ന്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
ഒരു മനുഷ്യനെ നല്ല വാക്കുകൾ പറയുന്നത് ഹജ്ജ് ഉംറയുടെ പ്രതിഫലമാണ്. ആശ്വസിപ്പിച്ച് സമാധാനിപ്പിക്കുന്നതിൽ വലിയ ഒരു ഇഖ്റാദ് കൊടുക്കാൻ പറ്റുന്ന ആളാണ് ബഹുമാനപ്പെടുത്തുക. ഒരു മനുഷ്യനെ ആശ്വസിപ്പിക്കുക. ആ നിലക്ക് ഉസ്താദിന്റെ വീട്ടിൽ പോയപ്പോ ഒരിക്കൽ ഞാൻ പറഞ്ഞു, ഉസ്താദിന് ഒരു ആദരവ് തരാൻ ഒരു ഷാള് പതപ്പിച്ചിട്ട് പറഞ്ഞു. അങ്ങനെ അപ്പൊ ഉസ്താദ് അപ്പോ ഉസ്താദിന് ഒരു ആദരവ് കൊടുക്കുകയാണെങ്കിൽ മരണാനന്തരം നമ്മൾ ആദരവ് കൊടുക്കുകയാണ്. അങ്ങനെ ചിന്തയൊന്നുമില്ല, അങ്ങനത്തെ വലിയ കാര്യങ്ങളൊന്നും. എന്ത് കിട്ടിയാലും അത് കഴിക്കുക. അൽഹംദുലില്ലാഹ്, നല്ല ഭക്ഷണം, വളരെ നല്ല ഭക്ഷണം എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി ദുആ ചെയ്ത് കൊടുക്കുന്ന ഭക്ഷണത്തിന് ഒന്നിനും ഒരു കുറ്റം പറയാത്ത ഒരു സംവിധാനം. അതേസമയം മക്കളെ കുടുംബത്തിനെ നോക്കുന്ന കാര്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടായിരുന്നു. അതിന്റെ അടുത്ത സ്ഥലത്തായ ചുള്ളിയോട് ഉസ്താദിനെ ഖാദിയായിട്ട് നിയമിച്ചപ്പോൾ ഉസ്താദിന് ശമ്പളം വേണ്ടത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഉസ്താദ് യൂണിഫോമിന്റെ കഥകളും വീട്ടിലെ ചെലവുകളും ഇത് ഇങ്ങോട്ട് എന്നോട് പറഞ്ഞതൊക്കെ ആലിമീങ്ങളെ ജനങ്ങൾ നിസ്സാരമാക്കാതിരിക്കാനാണ് പറഞ്ഞത്. അങ്ങനെ കണക്ക് കൂട്ടി ഉസ്താദ് കണക്ക് കൂട്ടി വെക്കുമ്പോൾ അന്നത്തെ കാലത്ത് 10,000 രൂപ ശമ്പളം. ഇതെനിക്ക് തരികയാണെങ്കിൽ ഞാൻ അവിടെ നിൽക്കാവുന്നതാണ്. ഉസ്താദ് എന്നോട് പറഞ്ഞത് കിട്ടാനല്ല, ഇൽമിന്റെ മഹത്വം ഞാനൊന്ന് പറഞ്ഞു മനസ്സിലാക്കിയിട്ടാണ്. പിന്നെ അതേപോലെ ചില സ്ഥലങ്ങളിൽ ഉസ്താദ് ഇമാമത്തും ഖാദിയായിരിക്കും ആദ്യം തന്നെ പറയും, നിങ്ങൾ ഈ പശുവിനെ കെട്ടുന്ന പോലെ പള്ളിയിലെ ഇമാമിങ്ങളെ കയറ് വെച്ച് കെട്ടരുത്, അവർക്ക് പള്ളി മനസ്സുണ്ടാക്കണം. അതുകൊണ്ട് ഞാൻ സൗകര്യപ്പെടുമ്പോൾ വരും, സൗകര്യപ്പെടുമ്പോൾ പോക്കളെ നോക്കരുത്. അങ്ങനെ പല സ്ഥലങ്ങളിലും ഉസ്താദ് പുതുക്കൾക്ക് വരെ മറ്റൊരാളെ പറഞ്ഞയച്ച് പിന്നെ ഇങ്ങോട്ട് ഒഴിവായി. ആ ശമ്പളങ്ങളൊന്നും ഉസ്താദ് വാങ്ങിയതായിട്ട് ഓർമ്മയില്ല. ഒക്കെ ദീനിന് വേണ്ടി. പിന്നെ ചില സ്ഥലങ്ങളിൽ ദാറുൽ മാരിഫ് പോലെയുള്ള കോളേജിലുള്ള പിരിവുകൾ, ചില പിരിവുകളിലൊക്കെ ഞാൻ ബഹുമാനപ്പെട്ടവരുടെ കൂടെ പോയി. അപ്പോൾ ഉസ്താദിന്റെ അവതരണം കേട്ടാൽ ഒരാളോട് പറഞ്ഞു, നിങ്ങൾ 50,000 രൂപ അവിടെ വെക്കണം, അള്ളാഹ് ഇന്ന് അങ്ങോട്ട് പറഞ്ഞയച്ചതാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, അള്ളാഹ് പറഞ്ഞയച്ചാല് അള്ളാഹിന്റെ ഖലീഫയാണല്ലോ, പ്രതിനിധിയാണല്ലോ, ഞാനൊരു ഉത്തരവാദിയല്ല നിലയ്ക്കും. അപ്പൊ ഇയാൾക്ക് തോന്നും അള്ളാഹു വീട്ടിലേക്ക് ഉസ്താദിനെ നേരെ പറഞ്ഞയച്ചതാണ്, 50,000 ഇല്ലാതെ പോകില്ല എന്ന് പറഞ്ഞ അവിടെ അങ്ങനെ 20,000 കൊടുക്കുകയാണ്. അപ്പോ ദുആ ചെയ്ത് ഇവിടെ പോലും എന്നോട് പറഞ്ഞു, ഞാൻ 50,000 പറയുന്നതാണ്, 20,000 കിട്ടാൻ. അങ്ങനെ പല ഹിക്മത്തുകൾ ഉപയോഗിച്ച് അതൊക്കെ ദീനിന് വേണ്ടി ചെലവഴിച്ച ഒരു മഹാനാണ്. ഞാൻ നിന്നിരുന്ന താഴത്തൂര് എന്ന സ്ഥലത്ത് ചീരാൻ ബഹുമാനപ്പെട്ട എതിർത്താദിന്റെ മകൻ ഹൈദറിനെ ചെറിയ കുട്ടിയാവുന്ന കാലത്ത് മല്യമാകുന്ന കാലത്ത് അവിടെ കൊണ്ടുപോയി നിർത്തുകയും പല സമയത്തും അവിടെ വന്ന് നിൽക്കുകയും വയർന്ന് പറയുകയും ചെയ്തു. അതുപോലെ അരടിപ്പാറ, മുത്തങ്ങയിലൊക്കെ നബിദിനത്തിന് 2, 2:30, 3 മണി വരെ ഉസ്താദ് സംസാരിച്ചിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്, മഴവതൊക്കെ നടത്തിയിട്ടുണ്ട്. പിന്നെ ചില വലിയ പ്രശ്നങ്ങളുള്ള ഖിയാമത്ത് വരെ നിലനിൽക്കുമാറാവട്ടെ. മഹാന്മാരായ ഉസ്താദുമാരും മശായിഖുമാരോടുള്ള ബന്ധം അത് ചില്ലറയല്ല. അർശിന്റെ അടുക്കൽ അള്ളാഹുവിന്റെ തണലല്ലാതെ മറ്റൊരു തണലില്ലാതെ സമയത്ത് സൂര്യന്റെ ചൂടിൽ നാളെ മഴ പെയ്യും. നമുക്കതിൽ ബുദ്ധിമുട്ടാണ്. അള്ളാഹു തആല അങ്ങനെ കൂടി ആക്കി പെരുമാറാവട്ടെ. ബഹുമാന്യരായ ശൈഖുന വീട്ടിലേക്ക് ഉസ്താദ് അവരുടെ സ്വഭാവവും രീതികളും ദീനീ ദഅവയും ദീനീ പ്രവർത്തനവും മലപ്പുറം ജില്ല ആനക്കയം ആ ഭാഗത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയത് കൊണ്ട് നിങ്ങൾക്ക് വളരെ മനസ്സിലാക്കാറുണ്ട്. നിങ്ങളിൽ പല ആളുകളും ബഹുമാനപ്പെട്ട ഉസ്താദിനെ ചെറുതുകയും വീട്ടിൽ താമസിക്കുകയും ഒക്കെ ചെയ്ത ആളുകളാണ് ഉസ്താദ്, നമ്മുടെ മേൽത്താരി ഉസ്താദടക്കം. നമ്മളെ ഈ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു നിധിയാണ് ഈ ലോകത്ത് നിന്ന് നഷ്ടപ്പെട്ടത്. അതിന്റെ കാരണം വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല. ഉസ്താദിന്റെ മദഹ് പ്രകീർത്തനങ്ങളും വാക്കുകളിൽ ഒതുങ്ങുകയില്ല. സ്വാലിഹീങ്ങളുടെ നല്ല മദഹുകൾ പറയലും അവരുടെ ഗുണങ്ങൾ പ്രകീർത്തിക്കലും ദോഷങ്ങൾ കൊടുക്കാനും
അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ മലക്കുകൾ സമ്മതിക്കാനും കാരണമാണെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സിയാറത്ത്, നമ്മുടെ യാത്രയും കൂട്ടായ്മയും ഒക്കെ ബഹുമാനപ്പെട്ട റഖീബ് അലൈഹിസ്സലാം എഴുതുന്ന ഹസനാത്തിൽ അല്ലാഹു തആല പെരുത്തുമാറാവട്ടെ. ഇതിന് ഒരുമിച്ച് കൂടിയ ഞങ്ങൾക്കൊക്കെ അല്ലാഹു അനുഗ്രഹം നൽകട്ടെ. ഇതിന് വളരെ ശക്തമായ നിലയ്ക്ക് പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്കും നിങ്ങൾക്കും പല ആവശ്യങ്ങളും, പല ഹാജത്തുകളും, പല തിരക്കുകളും ഉണ്ടായിട്ടൊക്കെ മാറ്റി വെച്ചിട്ടാണ് നിങ്ങളിവിടെ കൂടിയത്. അതുകൊണ്ട് എല്ലാവിധ സന്തോഷങ്ങളും നന്ദിയും നിങ്ങളോട് അറിയിക്കുകയാണ്. കാരണം നമ്മളെ വയനാട് ജില്ലയിൽ ഈ ഉസ്താദിനെ അന്വേഷിക്കുകയും വീട്ടിലേക്ക് വരികയും അതെല്ലാം ചെയ്യേണ്ട ആളുകളാണ് ഞങ്ങളെല്ലാവരും. ഒരുപാട് ആളുകൾ വയനാട്ടിലെ പല ഉസ്താദുമാരും അവരുടെ ശിഷ്യരോ അവരെ ശിഷ്യരൊക്കെയാണ്. ഒരുപാട് അനുകരണീയമായ മാതൃക, പണ്ഡിതന്മാർക്ക് വരെ മാതൃകയുള്ള ഒരുപാട് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഉസ്താദ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആ ഉസ്താദിന്റെ കൂടെ കൂടാനും ഉസ്താദിന്റെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനും വന്ന നിങ്ങളോടൊക്കെ വളരെയധികം നന്ദി പറയുന്നു. പ്രത്യേകിച്ച് നമ്മുടെ മെഹ്ലാലി ഉസ്താദ്, അതുപോലെ ഇതിൽ പങ്കെടുത്ത എല്ലാ ആളുകളും നിങ്ങൾ എത്രയോ ദൂരത്തും ചെറുവാടി മടവൂരും ഒക്കെ വ്യാഴത്തിൽ വിശ്രമമില്ലാതെ വേദനകളൊക്കെ സഹിച്ച് ഇവിടെ വന്ന് നിങ്ങൾ ഈ പരിപാടി പൂർത്തിയാക്കി ബഹുമാനപ്പെട്ട ഉസ്താദിനോടുള്ള ഈ ബന്ധം, ആ മക്കളോടുള്ള ബന്ധം നിങ്ങൾ എല്ലാവരും നിലനിർത്തണം. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. വിനീതനായ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയും നിങ്ങൾ ദുആ ചെയ്യണം. നിങ്ങളെ കൂട്ടത്തിൽ ഒരാളായി എന്നെയും ഉൾപ്പെടുത്തണമെന്ന് ദീനിൽ ഇസ്ലാമിന്റെ അഭ്യർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദിനോടുള്ള മഹബ്ബത്ത് ഫാത്തിഹയും ആരും മറക്കരുതെന്ന് റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല വന്യരായ ഉസ്താദിനോട് ഈ കാണിക്കുന്ന ബഹുമാനപ്പെട്ട മലായികത്തുൽ എഴുതി വെച്ച് നിങ്ങൾക്കൊക്കെ അല്ലാഹു തആല എല്ലാ പ്രശ്നങ്ങളിലും അല്ലാഹു പരിഹാരം തരുന്നു. അറിഞ്ഞ വാദിനോടൊക്കെ അല്ലാഹു തആല നിന്റെ തോന്നരുത്. മല പോലുള്ള പ്രശ്നങ്ങളൊക്കെ അല്ലാഹു തആല മഞ്ഞ് പോലെ ആകെ തരുമാറാകും. എല്ലാവിധ അഭിനന്ദനങ്ങളും നന്ദിയും വിനീതനായ അറിയിച്ചു കൊണ്ട് എനിക്ക് ഉസ്താദിനെ പറ്റി പറയാൻ വാക്കുകളില്ല. ഇതൊന്നുമല്ല. ബദരീങ്ങളെ പറ്റി പറഞ്ഞല്ലോ, എന്റെ വയസ്സേനയാണ് സത്യം. ഇത് ബദരീങ്ങളുടെ മദീനയുടെ സാഗരത്തിലെ ഉള്ളിയാണ്. പറയാനുള്ളതിന്റെ അപ്പുറമാണ് എന്ന് ബഹുമാനപ്പെട്ട ഉസ്താദിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയേണ്ടത്? അങ്ങനെയുള്ള ഒരു മഹാസമുദ്രമാണ് സ്നേഹത്തിന്റെ, സൽസ്വഭാവത്തിന്റെ ഒരു ഉസ്താദിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ല സംസ്വഭാവത്തിന്റെ ആളാണ്. മഹാന്മാരോടുള്ള ബന്ധമുണ്ട്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ശൈഖുന മടവൂർ തങ്ങൾ തമിഴ്ത്ത് എന്ന് പറഞ്ഞു സംസാരിച്ചു പറഞ്ഞു. അതിൽ പലം എന്താണ്. അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ചെറിയ അറിവ് വെച്ചുള്ള ബാക്കിയൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദ് നമുക്കൊക്കെ അതിന്റെ അനുഭവങ്ങൾ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബന്ധപ്പെട്ട എനിക്ക് അങ്ങനെ ഒരു കുടുംബത്തിന് കഴിഞ്ഞിട്ടില്ല. പല ആളുകളെ ഒരുമിച്ച് കിട്ടാൻ കഴിഞ്ഞില്ല. അപ്പൊ നിങ്ങൾ ഇത്രയും ദൂരത്ത് നിന്ന് ഇവിടെ വന്നു ആ മഹാന്റെ മഹത്വം മനസ്സിലാക്കി ഖബർ സിയാറത്ത് ചെയ്ത് മൗലിദ് നടത്തി ഭക്ഷണത്തിലൊക്കെ പങ്കുകൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്ത് അൽഹംദുലില്ലാഹ് ഇതൊക്കെ അല്ലാഹു തആല മഖ്ബൂലാക്കി റാഹത്താക്കി തീർക്കുമാറാവട്ടെ. നിങ്ങളെ നമ്മുടെ എല്ലാ രോഗങ്ങളും അല്ലാഹു ശിഫയാക്കി നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു തആല നിറവേറ്റി തീരുമാറാവട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു തആല മാറ്റി സലാമത്ത് നൽകുമാറാവട്ടെ. നിങ്ങളും നിങ്ങളുടെ ദുആയിൽ വിനീതനായ എന്നെയും കുടുംബത്തിനെയും ഉൾക്കൊള്ളിക്കണമെന്ന് പ്രത്യേകമായി ദുആ ചെയ്യുന്നു. പരിയാരൻ കാവി എന്ന പേരിലാണ് കാവിന് ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നത്. മുട്ടിലിന്റെ അടുത്ത പ്രദേശമായ പരിയാരത്ത് കാവിയായി ഇവിടെ ദീനിൽ ഖിദ്മത്ത് ചെയ്തിരുന്ന, ഇവിടെ ജനങ്ങളെ
ഹിദായത്തിലേക്ക് ക്ഷണിക്കുക. അതായത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പള്ളിയിൽ അച്ഛന്മാര്, നമ്പൂതിരിമാര്, ഇവരോടൊക്കെ ഇസ്ലാമിന്റെ സത്യപ്രമാണങ്ങൾ തുറന്ന് പറഞ്ഞ് ചിരിച്ച് അവരെ ഗണ്ണിച്ചുകൊണ്ട് ഒരു വെറുപ്പമില്ലാതെ സൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ട് സംസാരിച്ച് അവരെ കൊണ്ടൊക്കെ സമ്മതിപ്പിച്ചത് എൻ്റെ അനുഭവത്തിലുണ്ട്. അതുപോലെ കുറെ ആളുകൾ ഇസ്ലാമിലേക്ക് ഹിദായത്തായി വന്നതും എൻ്റെ അറിവിലുണ്ട്. അതുപോലെ ഇസ്ലാം സുന്നത്ത് ജമാഅത്തിന് എതിരായ ചില ശക്തികളോട് ബഹുമാനപ്പെട്ടവർ സംസാരിക്കുന്ന വാദപ്രതിവാദ ശൈലി ചിരിച്ചിട്ടും ആംഗ്യം കാണിച്ചിട്ടും സന്തോഷം പറഞ്ഞിട്ടും അങ്ങനെ ആ വിദഅത്തിൽ നിന്ന് അവർ മാറി സുന്നത്ത് ജമാഅത്തിൽ പെട്ടതായിട്ട് എനിക്ക് അനുഭവമുണ്ട്. അപ്പൊ ആളുകൾ പ്രത്യക്ഷത്തിൽ കാണുന്ന വിചാരിക്കും മൂപ്പര് മുജാഹിദിനോടും കൂട്ടുണ്ട്. പക്ഷെ ആ കൂട്ടുകൂടി കള്ളുകുടിയന്മാരായ ആളുകളോട് കള്ളു കുടിക്കും പോലെ ആടിപ്പാടി കള്ളു കുടിക്കുന്ന ശബ്ദത്തിൽ സംസാരിച്ച് അവരാ കള്ളുകുടി കുടിക്കിയത് എൻ്റെ ഓർമ്മയിലുണ്ട്. എന്തിനേറെ പറയുന്നു, പള്ളി മദ്രസകൾ നിർമ്മിക്കുകയും ചുണ്ട